ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നോട് കുറേ പേരായിട്ടോ സജഷൻസ് പറയുന്നു എൻ്റെ വീഡിയോസിൽ വോയിസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ഇനി എൻ്റെ എല്ലാ വീഡിയോസിലും വോയിസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള 2 റെസിപ്പീസായിട്ടാണ്. ഇതൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വീറ്റായിട്ടുള്ള 2 റെസിപ്പീസാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് നൻഖട്ടായ് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് കടലപ്പൊടി, പിന്നെ വേണ്ടത് റവയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് പൗഡർഡ് ഷുഗറാണ്. 1/2 കപ്പ് പൗഡർഡ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് ബട്ടറാണ്. ഇതൊന്ന് കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ ഗീ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കുഴച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കുക്കീസിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇതിനെ ഓരോ ബോൾസ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കുക്കീസ് ഉണ്ടാക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കുക്കീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കുക്കീസ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ട്രേയിൽ നമുക്ക് ബേക്കിംഗ് പേപ്പർ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു പേപ്പറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പേപ്പറിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുക്കീസ് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ കുക്കീസും നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജാം ടോപ്പിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജാം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇതൊരു ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എല്ലാത്തിൻ്റെയും ടോപ്പിലായിട്ട് ജാം ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സ്മോൾ പീസസ് ആക്കിയിട്ട് ഓരോ കുക്കീസിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ പിസ്ത ആയാലും ബദാം ആയാലും ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കീസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. യെസ്, അപ്പോൾ നമ്മുടെ കുക്കീസ് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാരണ ഗ്യാസിലാണെങ്കിലും ഒരു കുഞ്ഞൊരു കുക്കർ ഉണ്ടെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം ഈസി ആയിട്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കുക്കീസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് വാട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു പട്ടയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഏലക്ക പൗഡറാണ്. അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സിറപ്പ് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് പാൽപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ആവുന്നത് വരെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിതിൻ്റെ മാവ് റെഡിയായി കിട്ടുക. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ബോൾസ് ആക്കിയെടുക്കാം. ഞാനിവിടെ കുഞ്ഞു ബോൾസിലാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ബോൾസ് ആയിട്ടും ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോൾസ് ആയാലും ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സിറപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ ലെമണിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 റെസിപ്പീസും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.